ഇനിയിപ്പോൾ ഇത് കണ്ടോ ഒരു സ്റ്റെപ്പ്, ഈ കാ വന്നതിന് ശേഷം ഒരു സ്റ്റെപ്പ് വരുന്നുണ്ടോ, രണ്ടാമത് വീണ്ടും ഇതുപോലെയാവും. അങ്ങനെയാണ് ഈ പപ്പായ മിക്കാറുണ്ടാകുന്നത്. സാധാരണ ഇത് കണ്ടുവരുന്നത് ഓരോ സ്റ്റെപ്പായിട്ട്. ഒരു സ്റ്റെപ്പ് വന്ന് അത് കുറേ കായ് പിടിച്ച ശേഷം ഒരു ഇടവേളയുണ്ട്, അതിനുശേഷം വീണ്ടും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെഡ് ലേഡിയുടെ നമ്മളിപ്പോൾ ഈ പപ്പായ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വിത്തെടുത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ മുളയ്ക്കത്തില്ല. ഈ പപ്പായ കൃഷി ചെയ്തിട്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? മാർക്കറ്റിംഗ് അല്പം പ്രയാസമുള്ള കാര്യമാണ്. പപ്പായ കൃഷി ലാഭകരമാണോ? അതൊന്നും ഞാൻ ആലോചിക്കാറില്ല. ലാഭം അത് എനിക്ക് ആവശ്യം തോന്നി ഇത് കഴിക്കണം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇപ്പം കേരളത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാത്തിൽ സെറ്റ് ചെയ്ത മോനേട്ടനുമായിട്ടുമാണ്. മോനേട്ടൻ്റെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തിലിനടുത്ത് എരമം എന്ന സ്ഥലത്താണ്. മുണ്ടിയിലെ പോയി മുണ്ടിയിലെ പുല്ലുപാറ എന്നൊക്കെ പറയുന്നത് നമ്മുടെ IT പാർക്കിനോടൊക്കെ ചേർന്ന് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് അത്. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എന്നൊക്കെ പറഞ്ഞാൽ മുഴുവൻ പാറയാണ്. ശരിക്കും പറഞ്ഞാൽ കഠിനാധ്വാനമാണ്, ശരിയായ രീതിയിലുള്ള കഠിനാധ്വാനം. നല്ല ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് പല കൃഷികളുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പപ്പായ കൃഷിയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മോനേട്ടനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. മോനേട്ട നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. പറയൂ. കാരണം നല്ല പ്രായമൊക്കെ തോന്നിക്കും, പക്ഷേ ജോലിയിലൊക്കെ ഭയങ്കര യങ്ങാണ്. കാരണം എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ്. നിങ്ങൾക്ക് ഈ കൃഷിയിടം കണ്ടാൽ തന്നെ അറിയാം. നല്ല രീതിയിൽ എല്ലാം നല്ല പരിപാലിച്ച്, ഇതിനകത്ത് ഇല്ലാത്തതൊന്നും ഇല്ല, എല്ലാം ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് പപ്പായ ആണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത്. അത് റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ്. അത് തൈ നമ്മുടെ ഫാമിൽ നിന്ന് വാങ്ങിയതാണ്, നമ്മൾ കൊടുത്തതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് വിളവെടുപ്പിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ആദ്യത്തെ ഘട്ടമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കി തന്നെ കാണാം, നിറച്ച് കായ്കളാണ്. അപ്പോൾ മോനേട്ടാ ഇതിൻ്റെ ഇതിനെപ്പറ്റി ഒന്ന് വിവരിക്കാം. ഇത് ചെയ്തിട്ട് എത്ര മാസമായി? ഇതിപ്പോൾ ഏകദേശം ഒരു കന്നി മാസത്തിലാണ് ചെയ്തത്. അപ്പോൾ 5-8 മകര കുംഭം മീനം മേടം 7 മാസമായി. ഈ 7 മാസമായി ഇത് കൃഷി ചെയ്തിട്ട്. അപ്പോൾ ഇത് 7 മാസം. അപ്പം 7 മാസം മുമ്പ് ചെയ്യുമ്പോൾ അത് എങ്ങനെ നടിയിലൊക്കെ എങ്ങനെയായിരുന്നു? കുഴിയെടുത്ത് എത്ര വലുപ്പം? 1.5 അടി കുഴിയെടുത്തിട്ടുള്ളൂ. 1.5 അടി കുഴിയെടുത്ത്. താഴെ പാറയാണ്, അതുകൊണ്ട് 2 അടി വേണം. 1.5 അടി താഴെ പാറയാണ്, അതാണ് ആ പാറപ്രദേശത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒക്കെ അറിയാം അതിൻ്റെ വിളവ് ഒക്കെ എങ്ങനെയാണ്. ഈ 1.5 അടി കുഴിയെടുത്തതിനകത്ത് വളം ജൈവവളം തന്നെയാണ് കരിമേള ചേർത്തത്. ജൈവവളം ചേർത്ത് തൈ നട്ടു. എത്രാമത്തെ മാസം പൂവ്? ആട്ടിൻകാഷ്ടാണ് കൂടുതൽ ഉപയോഗിച്ചത്. ആട്ടുകളം. അത് പിന്നെ അത് കുറച്ച് തിരിയെടുത്തതിന് ശേഷം അല്പം പിന്നെ NPK ഉപയോഗിച്ചു. NPK അല്ലേ, ഒരു പേരിന് മാത്രം. NPK സാധാരണ ഇതിനെ കൂടുതൽ ജൈവവളം എല്ലാവരും ഉപയോഗിക്കുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ കള്ളം പറയാൻ പാടില്ലല്ലോ. അത് NPK ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നട്ട ശേഷം എത്രാമത്തെ മാസം പൂവായി കാണും? 6 മാസം എടുത്തു. 6 മാസം എടുത്ത് പോകാൻ വേണ്ടി. സാധാരണ 3 മാസമാണ് പറയുന്നത്. ഈ പാറപ്രദേശമായിട്ടായിരിക്കും കുറച്ച് വെയിൽ നല്ല സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ടാണ്. ആദ്യത്തെ പൂവണിയാൻ വേണ്ടി 5 മാസം കഴിഞ്ഞില്ല. 5 മാസം അല്ലേ സാധാരണ. ഇത് അതിന് ലേറ്റ് ആകാൻ കാരണം വെച്ചാൽ ഇത് കണ്ടോ, ഇത് മുഴുവൻ പാറയാണ്, ചുറ്റും പാറയാണ്. ഇതിന് ഈ ഇത്രയും പാറയുടെ ഇടയ്ക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം ഒരു പച്ചത്തുരുത്ത് ഇത് മാത്രമാണ്. അപ്പോൾ ഈ കൃഷിയുടെ കഠിനാധ്വാനം എത്ര ചെയ്തിട്ടാണ് ഇത്രയും ഈ പൊന്നാക്കിയെന്നറിയാം. ചുറ്റും നോക്കിക്കുക എത്രയാ, മുഴുവൻ പാറക്കോട്ടും അക്കേഷ്യ മരങ്ങളൊക്കെയാണ്, കല്ല് കൊത്തിയ സ്ഥലങ്ങളൊക്കെയാണ്. അവിടെയാണ് നല്ല ഈ പൊന്നു വിളയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കണ്ടോ ഇത് നോക്കിക്കുക, ഇതിൻ്റെ ചെടി കണ്ടോ നിറച്ച് കായാണ്. ഇത് നിറച്ച് കായ പിടിച്ചിരിക്കുന്നതാണ്. അത് നിറച്ചുണ്ടായിരുന്നു, അത് കുറേ വിളവെടുത്തു. അപ്പോൾ അത് വിളവെടുത്ത ഒരു ചെടിയാണ് കുറേ. അതും നിറച്ച് കാണും. ഇനിയിപ്പോൾ ഇത് കണ്ടോ ഒരു സ്റ്റെപ്പ്, ഈ കാ വന്നതിന് ശേഷം ഒരു സ്റ്റെപ്പ് വരുന്നുണ്ടോ, രണ്ടാമത് വീണ്ടും ഇതുപോലെയാവും. അങ്ങനെയാണ് ഈ പപ്പായ മിക്കാറുണ്ടാകുന്നത്. സാധാരണ ഇത് കണ്ടുവരുന്നത് ഓരോ സ്റ്റെപ്പായിട്ട്. ഒരു സ്റ്റെപ്പ് വന്ന് അത് കുറേ കായ് പിടിച്ച ശേഷം ഒരു ഇടവേളയുണ്ട്, അതിനുശേഷം വീണ്ടും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പപ്പായയുടെ ഇടയ്ക്ക് കവുങ്ങുണ്ട്, വാഴയുണ്ട്, മാവുണ്ട്, പിന്നെ ചീനിപ്പഴം, മധുരക്കിഴങ്ങ് കൃഷി വരെയുണ്ട്. അപ്പോൾ ഇല്ലാത്തതൊന്നുമില്ല. ഇപ്പം കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് പയ്യാനി തൈ നട്ടിട്ടുണ്ട്. അത് നല്ല ഉഷാറായിട്ട് കയറി വന്നിട്ടുണ്ട്. പയ്യാനി കുരുമുളക് വെക്കാൻ വേണ്ടി. ഇതും പപ്പായയുടെ വേറെ ടൈപ്പ് പപ്പായ, കുറച്ചും കൂടെ വലിപ്പമുള്ള സൈസ് കായ്. ഇത് ഉരുണ്ടത്. ഈ പപ്പായ റെഡ് ലേഡി 2 ഇതായിട്ടാണ് വരുന്നത്. ഉരുണ്ടതും നീളമുള്ള സൈസ് കായകളാണ് ഉണ്ടാകുന്നത്. 2 ടൈപ്പിലും വരും.
ഇപ്പോൾ ഈ റെഡ് ലേഡിയുടെ നമ്മളിപ്പോൾ ഈ പപ്പായ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ വിത്ത് എടുത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ മുളയ്ക്കത്തില്ല. അത് മാത്രമല്ല ഒരു പപ്പായ മുറിച്ചാൽ ചിലതിനകത്ത് വിത്തേ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിൻ്റെ വിത്തിന് ഒരു 10 ഗ്രാമിനൊക്കെ ഏകദേശം 4000 രൂപ മേലെ റേറ്റ് ഉണ്ട് ഇപ്പം. ഈ പപ്പായ കൃഷി ചെയ്തിട്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? മാർക്കറ്റിംഗ് അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ശരിക്കും 100% ബോധവാന്മാരില്ല ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഏരിയകളിൽ. അപ്പോൾ അതിപ്പം പയ്യന്നൂരിപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പയ്യന്നൂരല്ലേ? കിലോയ്ക്ക് മാർക്കറ്റ് എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ 50 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടോ? അതിപ്പം ഞാൻ മിനിഞ്ഞാന്ന് കൊണ്ട് കൊടുത്തു, ഇന്നലെ വീണ്ടും വിളി വന്നു. അവിടെ നല്ല ഡിമാൻഡാണ് തീർച്ചയായിട്ടും. ഇതിൻ്റെ ഏറ്റവും നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് പഠിച്ച് ഇത് വിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ട് ചെയ്യാൻ പാടുള്ളതാണ്. അമിതമായിട്ട് ക്വാണ്ടിറ്റി കൊണ്ട് കൊടുത്താൽ അവരും ബുദ്ധിമുട്ടും. ഇത് ലാസ്റ്റിങ് വളരെ കുറവാണ്. പിന്നെയും മറ്റേ സാധാരണ ഇരിക്കുന്നവരെ കുറച്ചും കൂടി ഇരിക്കും തോന്നുന്നു. കുറച്ച് 2-3 ദിവസമൊക്കെ ഇരിക്കും, പ്രശ്നമില്ല. അല്ലാതെ വർഷം അത് ചീത്തയായി പോകും. ഇപ്പോൾ ഇതെങ്ങനെയാണ് പപ്പായ കൃഷി ലാഭകരമാണോ? അതൊന്നും ഞാൻ ആലോചിക്കാറില്ല. ലാഭം നഷ്ടം അത് എനിക്ക് ആവശ്യം തോന്നി ഇത് കഴിക്കണം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് തന്നെ. പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു പപ്പായ ഏകദേശം എത്ര തൂക്കം കിട്ടുന്നുണ്ട്? ഇതിലിപ്പോൾ 1,600 വരെ ഉണ്ടായിട്ടുണ്ട്. 1,600 വരെ അല്ലേ? വലുത് അതെല്ലാം കൊണ്ട് വിറ്റു. എനിക്ക് തോന്നുന്നത് ആവറേജ് 1 കിലോ പ്രതീക്ഷിക്കാം. അല്ല, എനിക്ക് ഒരു തോന്നുന്നത് വെച്ചാൽ നമ്മുടെ ഈ മണ്ണിൻ്റെ ഇതുകൊണ്ടാണ് എനിക്ക് ചെയ്ത സമയത്ത് 2 കിലോ 3 കിലോ ഒക്കെ വരെ ഉള്ളത് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ മണ്ണിൻ്റെതായിരിക്കും ചിലപ്പോൾ. അത് ചൂട് നല്ല ചൂടടിക്കുന്ന സ്ഥലമാണ് ഇത്. അപ്പം പിന്നെ മാർക്കറ്റിംഗ് അങ്ങനെയാണ്. അപ്പം വേറെ ഇപ്പം ഇത് ചെയ്തിട്ടുണ്ട് എന്നാ മധുരക്കിഴങ്ങ് തോരയുണ്ട്. തോര പറിച്ചില്ലല്ലേ? എൻ്റെ ലക്ഷ്യം എൻ്റെ സ്വന്തം ആവശ്യം മാത്രം, അത്രയേ ഉള്ളൂ. തോര പറിച്ചില്ലായിരുന്നല്ലേ? അത് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ആയി. മധുരക്കിഴങ്ങ് പറിക്കാൻ തുടങ്ങിയോ? ഇല്ല, സമയമായിട്ടില്ല. എലി കയറാൻ ഏറ്റവും നല്ല സാധനമാണ്. അവർക്കും ജീവിക്കണ്ടേയോ? മാവൊക്കെ വെച്ചേക്കുന്നില്ല, അടിപൊളിയായിട്ട് മാവും തൈയൊക്കെ കയറി വന്നിട്ടുണ്ട്. തോര കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ തോരയൊക്കെ കുറച്ച് ഇതെന്ന് സംഭവിച്ചു പറഞ്ഞാൽ വെള്ളം അധികം കിട്ടുന്നതുകൊണ്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് അത് വീണ്ടും തെളിക്കാൻ തുടങ്ങി. അവിടെ കൊത്തിയെടുക്കാൻ പറ്റും. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇത് കൊത്തി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ശരിക്കും കമ്പ് വെച്ച് തല്ലി പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് തോര ചെയ്യുന്നത്. ഇതിൻ്റെ ഇത് കുറച്ചൊക്കെ നീളം കുറവാണ്. കാരണം ഇതിൻ്റെ ഈ നമ്മുടെ ഈ ചൂട് കൂടിയിട്ടാണ് നമ്മളിത് മാനുവലി ഇപ്പോൾ അടച്ചെടുക്കാം. ഇതൊക്കെ ഇങ്ങനെ ഇത് കറിയൊക്കെ നല്ലതാ കേട്ടോ. ഇത് കറിയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പം പച്ച കറിയൊക്കെ നല്ല ടേസ്റ്റാണ്. പറിക്കല് അത് വെച്ചിട്ട് നമ്മളെ ഇത് ചെയ്യുന്നത് നമ്മളൊക്കെ പണ്ട് കിഴക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഈ തോര കൃഷി. അപ്പം നമ്മൾ വരുമ്പോൾ ചൂട് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കും. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നല്ലോണം ഉണങ്ങി കഴിയുമ്പോൾ അവനെ നമ്മൾ കമ്പ് വെച്ച് തല്ലി കഴിഞ്ഞിട്ട് ഇവനെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോഴത്തെ എല്ലാം ഉതിർന്ന് വരും. അങ്ങനെയാണ് ഇതിൻ്റെ ചെയ്യുന്നത്. കാരണം നല്ലതാണ്. തോര കൃഷി ആരും ചെയ്യാത്ത കാര്യമാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം കാണുന്നു. എന്താ സംഭവം ഒന്നും അറിയില്ല. അതൊരു ഐറ്റം അങ്ങനെ അതെന്തോ ഒരു ഫംഗസ് കയറിയിട്ടുണ്ടല്ലോ അതിന്. ഇല്ല, ഇത് സ്റ്റാർട്ടിങ് ഇവിടുന്ന് ഇത് ഈ കളർ വരുന്നുണ്ടായിരുന്നു. ഇതിന് കുറച്ച് പൊട്ടാഷ് ശകലം ഇട്ട് കൊടുത്തെന്ന് നമുക്കറിയാം. കുറച്ച് മുരട് പോലെ ഇത് സ്പ്രിംഗ്ലർ ഇവിടെ ഉണ്ടല്ലോ. അത് സ്പ്രിംഗ്ലറിൻ്റെയാണ്. സ്പ്രിംഗ്ലറിൻ്റെ വെള്ളം ഇവിടെ അടിച്ചു തെറിക്കുന്നത്. ഇത് ഇറിഗേഷൻ സ്പ്രിംഗ്ലറിലാണല്ലേ? ഇവിടെ ഈ പപ്പായ കൊണ്ടി മാത്രം ഞാൻ ചെയ്തു, ബാക്കിയൊക്കെ മാനുവലി ചെയ്യാം അല്ലേ? വാഴക്കൊക്കെ. അപ്പോൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്താലല്ലോ അതിൻ്റെ നല്ലതല്ല? അതിന് സാധ്യതകളുണ്ട്. അത് ഇക്കൊല്ലം പൊതുവായി ചെയ്തുകൊണ്ട് വെള്ളത്തിൻ്റെ ലബ്ധി ശരിക്കും എനിക്ക് പിടിക്കിട്ടില്ല. ഇപ്പോൾ ഞാൻ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ബോർവെൽ വെള്ളമല്ലേ? അപ്പോൾ അതിൻ്റെ ലബ്ധി ശരിക്കും നമ്മൾ പിന്നെ മനസ്സിലാക്കിയ ശേഷം. ബോറിൽ ഇപ്പോൾ എത്ര സമയം അടിക്കാനുള്ള വെള്ളം കിട്ടുന്നുണ്ട്? ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 1.5-2 മണിക്കൂർ പോയി അടിക്കാം. അടിക്കല്ലേ? 2 മണിക്കൂർ? അതിപ്പോഴാണ് മനസ്സിലാവുന്നേ, ആദ്യമായിട്ട് ചെയ്തതല്ലേ. ഈ 2 മണിക്കൂർ കഴിയുമ്പം ഇത് വെള്ളം നിന്നു പോകില്ല, കുറയും. ഓ, അത് 1.5 ആംബിയർ കൂടും. വെള്ളം കുറേ ആംബിയർ കൂടും. 15 മേലെ വരുമായിരിക്കും വെള്ളം നിൽക്കും. അപ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ഒരു ഇൻ്റർവെൽ കൊടുക്കും. ഇൻ്റർവെൽ കൊടുത്തു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേണം ചെയ്യാം. ഇപ്പോൾ ടാങ്ക് സംവിധാനം വല്ലതും ഉണ്ടോ? ടാങ്ക് മേലെയിട്ടാണ്, നമുക്ക് മേലോട്ട് നടക്കാം. ഇതാണ് ടാങ്ക് 1000 ലിറ്ററിൻ്റെ അല്ലേ? അത്രേ വെച്ചിട്ടുള്ളൂ. അത് വിപുലീകരിക്കാം ആവശ്യം. ഇത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ
ഒരു തറനിരപ്പ് കുറച്ചും കൂടെ മേലോട്ട് കയറ്റിയിട്ട് ഒരാൾ ഹൈറ്റിൽ തറ കെട്ടി നല്ല സ്ട്രോങ്ങിൽ കെട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ഫെറോ സിമെൻറ്റ് ടാങ്കില്ലേ സിമെൻറ്റിൻ്റെ ഒരു 10,000-ൻ്റെ ഒക്കെ ആക്കി കഴിഞ്ഞാൽ ഈ പൈസ ആകുകയില്ല, ഇതിന് മുടക്കുന്ന പൈസ ആകുകയില്ല, കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ അനുഭവത്തിൽ കൂടെ ഫെറോ സിമെൻറ്റ് ടാങ്ക് നല്ലതാണ്. ഇതൊക്കെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് ചെയ്തില്ല? വെള്ളത്തിൻ്റെ ലബ്ധി, വെള്ളത്തിൻ്റെ ലബ്ധി അതേക്കുറിച്ച് പഠിക്കണമല്ലോ. ഇക്കൊല്ലം അത് ഇതുകൊണ്ട് ഞാനത് സ്കെയിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ആണല്ലേ? അതിനുശേഷം നമുക്ക് വെള്ളത്തിൻ്റെ ലബ്ധിക്കനുസരിച്ച് ചെയ്യാം. പിന്നെ ഈ നമ്മൾ ഇപ്പം ഇത്രയും ഈ സ്ഥലത്ത് കൃഷിയൊക്കെ ചെയ്തതിന് നമ്മൾ ഇത് കൃഷി ചെയ്യുമ്പോൾ എല്ലാ പ്രതിസന്ധികളൊക്കെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? കൃഷി പ്രത്യേകിച്ച് പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. ഇത് മൊത്തം ഭൂമി കിളച്ചൊരുക്കിയിട്ടാണ് ഇത്? ഇത് ഞാൻ മൊത്തം JCB ഇട്ടിട്ട് മൊത്തം കിളച്ചൊരുക്കിയിട്ട് ഒന്ന് പൊക്കി താഴെ ഇട്ടു. ബാക്കി അടിയിലേക്ക് പാറ കണ്ട് ചരലുണ്ടില്ല, പാറ തെങ്ങും വെച്ചിട്ടുണ്ട്. എല്ലാ കൃഷിയുണ്ട്. ഒരു സമ്മിശ്രിത കൃഷി രീതിയാണ്. വാഴയുണ്ട്. ഇതൊരു ബിസിനസ് സംബന്ധമായിട്ട് കാഴ്ചപ്പാടല്ല. അത് മനസ്സിലായി. നിങ്ങൾ താമസിക്കണമെങ്കിൽ എല്ലാം വേണ്ടേ? സമയം പോകണ്ടല്ലേ? സമയം പോകാൻ വേണ്ടിയുള്ള കൃഷിയാണ്. പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്ലാവും വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രധാന ലക്ഷ്യം ഓരോരാളും ചിന്തിക്കേണ്ടത് സ്വയം പര്യാപ്തത, സെൽഫ് സഫിഷ്യൻസി ഇൻ എവറി ആസ്പെക്ട്. അത് സംഭവിക്കുകയാണെങ്കിൽ രാജ്യം എപ്പോഴും നന്നായത്. നമ്മളിങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാനുള്ളൊരു ശരിക്കും പറഞ്ഞൊരു കാരണം വെച്ചാൽ നമ്മൾ പാരമ്പര്യമായിട്ട് എല്ലാവരും ചെയ്യുന്നത് തെങ്ങ്, കമുക്, അങ്ങനെ റബ്ബർ, തോട്ടവിളകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഇപ്പോഴും കൃഷിക്കാർ വിമുക്തമായിട്ടില്ല. നമ്മളിപ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ പെട്ടെന്ന് വരുമാനം കിട്ടുന്ന പല കൃഷികളുണ്ട്. ഇപ്പോൾ പപ്പായയായി, പൈനാപ്പിളായി, ഇങ്ങനെ വാഴയായി, ഇങ്ങനെയുള്ള കൃഷികളുണ്ട്. ഇതിലേക്കൊന്നും ആൾക്കാർ ചെന്നെത്തുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ തയ്യാറുള്ള കച്ചവടക്കാർ, അവർക്ക് ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ ഇഷ്ടം. കാരണം മാർക്കറ്റ് കൂടുതൽ, മാർജിൻ കൂടുതൽ കിട്ടും. അതൊക്കെ ആയിരിക്കാം. അപ്പം നമ്മളോട് ചെറിയൊരു ചിറ്റമ്മനായി ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വ്യാപാരി സമൂഹം, ഏകോപന സമിതിയുണ്ട്, വ്യാപാരി സമിതിയുണ്ട്, ഇവരൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നവരെ അവരെ കുറച്ചും കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് അവർ ഉൽപ്പാദിക്കുന്ന പ്രോഡക്റ്റ് കുറേശ്ശെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവർ ജീവിച്ചു പോകും. അവരെ സാമ്പത്തിക സ്ഥിതി നന്നായി വരും. അതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ ഇപ്പം മോഹനേട്ടന് ഇവിടെ ഈ പപ്പായ കൊണ്ട് 15 രൂപ കൊടുത്തു, അതിൻ്റെ പണം കിട്ടി. ആ പൈസ ഇവിടെ തന്നെ ചിലവഴിക്കുന്നത് പല രീതിയിലും. മറ്റുള്ള നമ്മൾ ചില ഒരു തമിഴ്നാട്ടിൽ നിന്ന് നേന്ത്രക്കൊല വാങ്ങി, ഇവിടുന്ന് 2 കിലോ പഴം വാങ്ങി, ആ പൈസ വാങ്ങി, ഇതിൻ്റെ പകുതി 3/4 പങ്കും അങ്ങോട്ട് പുറത്തേക്ക് പോവുക. അപ്പം നമ്മുടെ നാട്ടിലേക്ക് റീഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മുടെ നാട്ടിലുള്ള കൃഷിയിൽ നിന്നുള്ള വരുമാനം നമുക്ക് ഇവിടെ തന്നെ കിട്ടുവാണെങ്കിൽ, അത് വിൽപ്പന നടത്തി ഇവിടെ തന്നെ കിട്ടുവാണെങ്കിൽ, അത് നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമായി വരുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും. അപ്പോൾ മോനേട്ടാ, ഇപ്പോൾ റെഡ് ലേഡി ഇത്രയും പപ്പായ കൃഷി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്തതായിരിക്കാം, പക്ഷേ കുറേ അനുഭവങ്ങൾ ഇതിനകത്തുണ്ടാവും. അപ്പോൾ ഈ പുതിയതായിട്ട് ഇനി അത് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താ ഒരു സന്ദേശം കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും നല്ല ടൈം പാസ്സാണ്. ടൈം പാസ് മാത്രം പോരാ, അതിനകത്ത് വല്ല ഏണിങ് ഉണ്ടെങ്കിലേ കാര്യം. ഏണിങ്, സാമ്പത്തിക ലാഭം എന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷെ ഒന്നുമില്ലെങ്കിലും ഒരു കഷ്ണം പപ്പായ ഡെയിലി ഒരു മനുഷ്യൻ കഴിക്കുകയാണെങ്കിൽ ഷുഗർ ഫ്രീ ആണ് സംഭവം, ആർക്കും കഴിക്കാം. പപ്പായ ഷുഗർ ഇല്ല. ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ ഒരു ഡോക്ടർ മാഡം പറഞ്ഞു, ഡോണ്ട് വറി, പപ്പായ കഴിക്കാം, ഇറ്റ് ഹാസ് നോ ഷുഗർ, although it is sweet. അത് ആദ്യ അറിവാണ്. ഷുഗർ ഫ്രീ ആ പപ്പായ, അപ്പം കഴിക്കാം. അതുകൊണ്ട് ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം. ജനങ്ങളുടെ മാർക്കറ്റ് അല്ലെങ്കിൽ ബോധവന്മാരാക്കണം, എന്നാലേ പറ്റുള്ളൂ. അല്ല, ഇപ്പം ഈ 50 രൂപ ഒരു കിലോയ്ക്ക് കിട്ടിയ കഴിഞ്ഞാൽ തന്നെ നഷ്ടമൊന്നും ലാഭകരമല്ലേ? ലാഭകരം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ പൊതുവേ പപ്പായ, നമ്മൾ നാടൻ പപ്പായ എല്ലാവരുടെ മുമ്പിൽ 1-2 കാണും. അതിലവർ തൃപ്തിപ്പെട്ടു. അതിനപ്പുറം അവർ ചിന്തിക്കുന്നില്ല. അതിൽ നിന്നൊരു മാറ്റം വരണം. ഒന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പച്ച പപ്പായ പോലും ബെസ്റ്റാണ് മനുഷ്യന് കഴിക്കാൻ. പണ്ട് മുതലൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നാടൻ പപ്പായ. ഇപ്പോൾ അത് നമ്മൾ സാധാരണ ഒരധികം മസാലകളൊന്നും ചേർക്കാതെ വെറും അല്പം എണ്ണ ഒഴിച്ച് എന്താ പറയുക, തേങ്ങ ചില ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ ഫുഡ് ചോറിന് പകരം കഴിക്കാം ഒരു പ്ലേറ്റ്. അപ്പോൾ ഈ അവരുടെ ഇപ്പോൾ ഈ പപ്പായ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്? ഞാൻ 50 തീയ്യ കൊണ്ട് നടത്തുന്നത്, 2-3 പോയിട്ടില്ലായിരുന്നു.
ബാക്കി അത്രയും കാണണം. ഉണ്ടല്ലോ അല്ല ഉണ്ടല്ലോ. അതിന് കുറച്ച് ഈ ആൺപപ്പായ രണ്ടെണ്ണമായി പോയി. പിന്നെ അധികം വളരാത്ത 3 നാളുണ്ട്. പറഞ്ഞത് 50 വെച്ച് കഴിഞ്ഞാൽ 40 പ്രതീക്ഷിക്കും. നല്ല. അപ്പോൾ മോനേട്ടാ, നമ്മളെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ ഈ ചാനൽ വന്ന് നമ്മളോട് നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൃഷിയെ പറ്റി മറ്റുള്ള കൃഷിക്കാർക്കൊരു ബോധവൽക്കരണം നടത്താനും ചെയ്ത എല്ലാത്തിനും നന്ദി. താങ്ക് യു. പ്രിയ കർഷകരെ, അപ്പം നമ്മൾ മോനുമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. അപ്പോൾ നമ്മൾ ഏറ്റവും ഈ കൃഷിയിലേക്ക് താല്പര്യം കാണിക്കുന്ന കൃഷി ചെയ്യുന്ന താല്പര്യങ്ങൾ അവരുടെ അനുഭവങ്ങളാണ്. ഇപ്പോൾ നമ്മൾ അല്ലാതെ ഇപ്പം നമ്മൾ ഒരു പുസ്തകം വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ചെയ്യുന്നവരുടെ അനുഭവങ്ങളാണ് നമ്മൾ കൃഷിയെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നത്. അവരുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. നമ്മൾ വേറെ ക്ലാസ് എടുത്ത് തരുന്ന പോലെ അല്ല. അവരുടേതായ അവർ ചെയ്ത് അവരെ കൃഷിയെടുത്ത് ചെയ്ത് അനുഭവങ്ങൾ എന്ന് പറയുന്നത് വലിയ ഗുണമാണ്. അപ്പം നമുക്ക് ഇനി ഇങ്ങനെയുള്ള നമ്മളെ നല്ല കൃഷി ചെയ്ത് വിജയിച്ച ആൾക്കാരുമായിട്ട് നമ്മൾ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അത് കാണുന്നവരെ ബൈ.